ശിലാനിർമ്മിത ഗുഹകൾ. മഹാശിലാസ്മാരകങ്ങളായ ശിലാനിർമ്മിത ഗുഹകൾ കേരളത്തിൽ ഏറെയുണ്ട്. തൃശൂർ ജില്ലയിലെ ചൊവ്വന്നൂർ, കണ്ടാണശ്ശേരി, കക്കാട്, പോർക്കളം, എയ്യാൽ, കാട്ടുകാമ്പാൽ എന്നിവിടങ്ങളിലെ ഗുഹകളാണ് പ്രധാനപ്പെട്ടവ. ഇവയ്ക്ക് പൊതുവായ ചില സവിശേഷതകൾ കാണാം. ആദ്യം ചെങ്കൽപ്പാറയിൽ ദീർഘചതുരമായ ഒരു കുഴിയുണ്ടാക്കും. ഈ തുറന്ന അറയുടെ വീതി വാക്കിന് തറമട്ടത്തിനല്പം മുകളിലായി ദീർഘചതുരത്തിൽ ചെറിയ ഒരു ദ്വാരമുണ്ടാക്കി അതുവഴി തുറന്നാണ് ഗുഹ രൂപപ്പെടുത്തുന്നത്. വെളിയിലുള്ള തുറന്ന അറയിലേക്ക് പടവുകൾ വെട്ടിയിട്ടുണ്ടാവും. അകത്തെ ഗുഹയുടെ തറമട്ടം തുറന്ന അറയിൽ നിന്ന് 1-2 അടി താഴ്ചയിലായിരിക്കും. ചില ഗുഹകളുടെ വശങ്ങളിൽ അരയടി മുതൽ 2 അടി വരെ ഉയരത്തിൽ ചെങ്കല്ലിൽ തന്നെ വെട്ടിയെടുത്ത ബെഞ്ചുകൾ കാണും. ചിലതിൽ ഒരു ബെഞ്ച് ഉണ്ടായിരിക്കുകയുള്ളൂ. ഒന്നുമില്ലാത്ത ഗുഹകളുമുണ്ട്. തറ വൃത്താകൃതിയിലോ ദീർഘവൃത്താകൃതിയിലോ ആയിരിക്കും. ദീർഘചതുരമായിട്ടും ഇല്ലാതില്ല. മേൽഭാഗം അർദ്ധവൃത്താകൃതിയിലാണ് അധികം ഗുഹകളിലും. ചില ഗുഹകളിൽ സമചതുരമോ ദീർഘചതുരമോ വർത്തുളമോ ആയ ഒരു തൂണ് മധ്യത്ത് ഊന്നായി കാണും. ചിലതിൽ മേൽഭാഗത്ത് നടുക്ക് വൃത്തത്തിൽ ഒരു ദ്വാരമുണ്ടായിരിക്കും. പോർക്കുളത്തെ ഗുഹകളിലും എയ്യാലിലെ ഇരട്ട ഗുഹകളിലൊന്നിലും മേൽഭാഗത്ത് മധ്യത്തിലെത്തുന്ന ഒരു തൂണ് തറയുടെ ഒത്ത നടുക്കുണ്ട്. ചൊവ്വന്നൂരിലെ ഗുഹകളിൽ തൂണില്ല. കണ്ടാണശ്ശേരിയിലെയും കക്കാട്ടെയും ഗുഹകളുടെ മേൽഭാഗത്ത് ദ്വാരമുണ്ട്. കാട്ടുകാമ്പാലുള്ള ഗുഹയ്ക്ക് ഒരറ മാത്രമല്ല ഉള്ളത്. പുറത്തെ തുറന്ന അറയുടെ മുൻവശത്തെന്ന പോലെ ഇരുവശങ്ങളിലും ഗുഹകൾ തുറന്നുണ്ടാക്കിയിട്ടുണ്ട്. എയ്യാലിൽ പുറത്തെ അറ മുൻവശത്തുള്ള പ്രധാന ഗുഹയ്ക്കും വലതുവശത്തുള്ള ചെറിയ ഗുഹയ്ക്കും പൊതുവാണ്. ഈ ഭൂഗർഭ ഗുഹകളിൽ കാണുന്ന മൺപാത്രങ്ങളും ഇരുമ്പായുധങ്ങളും ഇവ ശവകുടീരങ്ങളാണെന്നതിന് തെളിവാണ്. മലബാറിലും ശിലാഗുഹകളുണ്ട്. പ്രധാനപ്പെട്ട അറയുടെ നടുവിൽ തൂണുള്ള ഒരു ഗുഹ കോഴിക്കോട്ട് താലൂക്കിലെ ചേവായൂർ ദേശത്ത് കാണാം. ചില മൺപാത്രങ്ങളും ഒരു വാളിന്റെ ഭാഗങ്ങളും ഇതിൽ നിന്ന് കിട്ടി. കോഴിക്കോട്ടു നിന്ന് 6.5 മൈൽ വടക്കുള്ള പടിഞ്ഞാറ്റുമുറി അംശത്തിൽ മൺപാത്രങ്ങൾ ഉണ്ടായിരുന്ന പല ഗുഹകളും ലോഗൻ കണ്ടുപിടിക്കുകയുണ്ടായി. ഈ ഗുഹകളിൽ നിന്ന് കിട്ടിയ സാധനങ്ങൾ മദിരാശി മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. മലബാറിലെ ചരിത്രാതീത സ്മാരക പ്രദേശങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് ഫറോക്കിനടുത്തുള്ള ചാത്തമ്പറമ്പ്. അനവധി ശവക്കല്ലറകളുള്ള ഒരു ചെങ്കൽക്കുന്ന് അവിടെയുണ്ട്. അവിടുത്തെ ചില ഗുഹകളിൽ മനോഹരമായ പളുങ്കുമണികൾ ഉണ്ടായിരുന്നു. ചിത്രപ്പണികൾ ചെയ്തതായിരുന്നു അക്കിക്കല്ലിലുള്ള ചില മണികൾ. വൈവിധ്യം നിറഞ്ഞ ധാരാളം മൺപാത്രങ്ങളും ഈ ഗുഹകളിൽ നിന്ന് കണ്ടുകിട്ടി. തെക്കേ വയനാട്ടിലെ സുൽത്താൻ ബത്തേരിക്ക് സമീപമുള്ള എടയ്ക്കൽ മലയുടെ പടിഞ്ഞാറേ ചെരുവിലെ ഗുഹയിൽ കൗതുകകരമായ കൊത്തുപണികളും ലിഖിതങ്ങളും ഏതാനും രൂപങ്ങളും ചിഹ്നങ്ങളും ഉണ്ട്. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ഉപകരണങ്ങളുടെയുമാണ് രൂപങ്ങൾ. കൊത്തുപണികളുടെ കൂട്ടത്തിൽ കണ്ട വിശേഷപ്പെട്ട തലപ്പാവ് ധരിച്ച ഒരു മനുഷ്യരൂപം തികച്ചും ശ്രദ്ധാർഹമാണ്. മൃഗങ്ങളുടെ രൂപം വ്യക്തമല്ല. കൊത്തുപണിയിലെ ചിഹ്നങ്ങളിൽ പലതരം സ്വസ്തികളും വൃത്താകൃതിയിലുള്ള സൂര്യപ്രതീകങ്ങളും ഉൾപ്പെടും. ഏതാനും മാന്ത്രിക ചതുരരേഖകളും കാണാം. എടയ്ക്കൽ ഗുഹയിലെ ചെങ്കൽ കൊത്തുപണികളെക്കുറിച്ചു വിശദ പഠനം നടത്തിയ ഫാസറ്റ് അത് പ്രാചീന കാലത്തെ കുറുമ്പരുടെ കൈവേലയാണെന്ന് അഭിപ്രായപ്പെടുന്നു. എടയ്ക്കൽ മലയ്ക്കടുത്തുള്ള 1500 ഏക്കർ സ്ഥലത്ത് 200ഓളം മഹാശിലാസ്മാരകങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കല്ലറ വലയങ്ങളുടെ അകച്ചുറ്റ് 27 അടി 3 ഇഞ്ച് മുതൽ 18 അടി വരെയാണ്. മഹാശിലാ സംസ്കാരത്തിന്റെ പഴക്കം. കേരളത്തിലെ മഹാശിലാ സംസ്കാരത്തിന്റെ പഴക്കവും മറ്റു ഭാഗങ്ങളിലെ ഇതേ സംസ്കാരവുമായി അതിനുള്ള ബന്ധവും പുരാവസ്തു ഗവേഷകന്മാരുടെ ശ്രദ്ധയ്ക്ക് വിഷയമായി തീർന്ന പ്രശ്നങ്ങളാണ്. ഇന്ത്യയിലെ പുരാവസ്തു ഗവേഷകന്മാർ ഹാരപ്പ സംസ്കാരം എന്ന് വിളിക്കുന്ന സിന്ധു തീര നാഗരികതയുമായി കേരളത്തിലെ മഹാശിലാ സംസ്കാരത്തിന് നേരിട്ട് ബന്ധമില്ല. സിന്ധു തീരത്തിലേത് മികച്ച ഒരു നഗര സംസ്കാരമായിരുന്നല്ലോ. ആ സംസ്കാരം സിന്ധു തീരങ്ങളിൽ പരിപുഷ്ടമായത് ഏകദേശം BC 2500-നും 1500-നും ഇടയ്ക്കായിരുന്നു. ഏതായാലും ചാടികളിൽ ഭൗതികാവശിഷ്ടങ്ങൾ അടക്കം ചെയ്യുന്ന സമ്പ്രദായം ഇരു സംസ്കാരങ്ങൾക്കും സമാനമാണ്. കറുപ്പും ചുവപ്പും കലർച്ച ചാടികൾ ഹാരപ്പ സംസ്കാരത്തിന്റെ അന്ത്യദശയിലും അതിനുശേഷവും കാണാം. ഒട്ടേറെ സുസ്ഥാപിതവും അഭിവൃദ്ധവുമായ ഒരു സാമൂഹിക സംവിധാനത്തെയാണ് അത് പ്രതിനിധാനം ചെയ്യുന്നത് എന്നത്രേ HD സംഗാലിയയുടെ അഭിപ്രായം.
ശവസംസ്കാരത്തിനുണ്ടാക്കുന്ന കുഴികളുടെയും അവയ്ക്ക് ചുറ്റും വയ്ക്കുന്ന കൽപ്പലകകളുടെയും എല്ലാറ്റിനെയും ചുറ്റിയുള്ള കൽവലയങ്ങളുടെയും നിർമ്മാണത്തിൽ കാണുന്ന സവിശേഷതകൾ ഇതിന് തെളിവാണ്. ശവകുടീരങ്ങൾ നിർമ്മിക്കാൻ കല്ലിൻപുറങ്ങൾ തെരഞ്ഞെടുത്ത ആ മഹാശിലാ ശില്പികൾ പശമണ്ണുള്ള സമതലങ്ങളിൽ ജലസേചനത്തിന് അണക്കെട്ടുകൾ നിർമ്മിക്കുകയും ചെയ്തിരുന്നു. അവരുടെ ജീവിതം വ്യവസ്ഥാപിതമായിരുന്നു എന്നതിനു പുറമെ അവർ പ്രായോഗിക ബുദ്ധിയുള്ള കൃഷിക്കാരുമായിരുന്നു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. കേരളത്തിലെ മഹാശിലാ സ്മാരകങ്ങൾക്ക് ഡെക്കാനിലെയും ദക്ഷിണാപഥത്തിലെ മറ്റു ഭാഗങ്ങളിലെയും മഹാശിലാ നിർമ്മിതികളോട് പ്രകടമായ സാദൃശ്യമുണ്ട്. തെക്കൻ പ്രദേശങ്ങളിൽ വസിച്ചിരുന്നവരും ഇരുമ്പിന്റെ ഉപയോഗം അറിഞ്ഞിരുന്നവരുമായ ഒരു കൂട്ടം ജനങ്ങൾ BC 600-നും AD 1-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിനും ഇടയ്ക്കാണ് ഈ സംസ്കാരം പ്രചരിപ്പിച്ചതെന്ന് ഇവിടങ്ങളിൽ നിന്നെല്ലാം കണ്ടുകിട്ടിയിട്ടുള്ള സാധനങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ കരുതുന്നു. ഗോർഡന്റെ നിഗമനത്തിൽ BC 700-നും 400-നും ഇടയ്ക്കാണ് ഈ സംസ്കാരത്തിന്റെ കാലം. KA നീലകണ്ഠ ശാസ്ത്രി ആരംഭം കുറെ കൂടി പിറകോട്ട് കൊണ്ടുപോകുന്നു. സംഘകാല കൃതികൾ നൽകുന്ന തെളിവുകളെ ആസ്പദമാക്കി ഈ സംസ്കാരം ക്രിസ്തുവർഷാരംഭത്തിന് ശേഷവും ഏതാനും നൂറ്റാണ്ടുകൾ നിലനിൽക്കുകയുണ്ടായി എന്ന് കരുതാം. ദക്ഷിണേന്ത്യയിലെ മഹാശിലാ സ്മാരകങ്ങൾക്ക് ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിലെ, അതായത് മെഡിറ്ററേനിയന്റെയും അറ്റ്ലാന്റിക്കിന്റെയും തീരപ്രദേശങ്ങൾ, കാക്കസസ്, ഇറാൻ തുടങ്ങിയ ഭാഗങ്ങളിലെ മഹാശിലാവശിഷ്ടങ്ങളോടുണ്ടെന്ന് പറയുന്ന ബന്ധങ്ങളെക്കുറിച്ചും ഇവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. ദക്ഷിണേന്ത്യയിലെ മഹാശിലാ മനുഷ്യർ മെഡിറ്ററേനിയൻ വർഗത്തിൽപ്പെട്ടവരാണെന്നും അവർ സമുദ്രമാർഗം ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തേക്ക് പുറപ്പെട്ട് BC 500-ൽ ദക്ഷിണേന്ത്യയിൽ പ്രവേശിച്ചെന്നും ക്രമേണ ഉത്തരേന്ത്യയിലേക്ക് കടന്ന് അവിടെ അപ്പോഴും ഏതാണ്ടൊരു ദേശാടന ജീവിതം നയിച്ചുകൊണ്ട് നവീന ശിലായുഗത്തിലും സൂക്ഷ്മശിലായുഗത്തിലും കഴിഞ്ഞിരുന്ന പൂർവ്വനിവാസികളെ കീഴടക്കുകയുണ്ടായെന്നുമുള്ള കൗതുകകരമായ ഒരു സിദ്ധാന്തം നരവംശ സംസ്കാര ശാസ്ത്രജ്ഞനായ ക്രിസ്റ്റോഫ് വോൺ ഫ്യൂറർ ഹൈമൻഡോർഫ് മുമ്പോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. യൂറോപ്പിലെ മഹാശിലാവശിഷ്ടങ്ങളിൽപ്പെട്ട കൊടുംപഴുതറകൾ ഡോൾമെനോയിഡ് സിസ്റ്റ് വിത്ത് പോർട്ട് ഹോൾ നൽകുന്ന സന്ദേഹാസ്പദമായ തെളിവുകളെ ആശ്രയിച്ചുകൊണ്ടുള്ള ഈ സിദ്ധാന്തത്തെ ഇന്ത്യയിലെ പുരാവസ്തു ശാസ്ത്രജ്ഞന്മാർ കൈയോടെ ശരിവയ്ക്കുകയുണ്ടായിട്ടില്ല. പടിഞ്ഞാറേ യൂറോപ്പിലെ മഹാശിലാ സ്മാരകങ്ങൾ BC 2000-ന് ഇപ്പുറമുള്ളവയല്ല. അവയിൽ ഇരുമ്പുപകരണങ്ങൾ കണ്ടിട്ടുമില്ല. ഇങ്ങനെ കാലമനുസരിച്ചും സാംസ്കാരികമായി ബന്ധപ്പെട്ട സംഗതികളിൽ ഒന്നിനെ മുൻനിർത്തിയും നോക്കിയാൽ യൂറോപ്പിലെ ഈ മഹാശിലാവശിഷ്ടങ്ങൾ ഭൂമിശാസ്ത്രത്തെയും കാലത്തെയും സംബന്ധിച്ചിടത്തോളം ദക്ഷിണേന്ത്യൻ മഹാശിലാവശിഷ്ടങ്ങളിൽ നിന്ന് അന്യമാണ് എന്ന് HD സംഗാലിയ പ്രസ്താവിക്കുന്നു. ആദിമനിവാസികൾ. ആരാണ് കേരളത്തിലെ ആദിമനിവാസികൾ? അടിസ്ഥാനപരമായ ഈ ചോദ്യത്തിന് നമ്മുടെ പഠനത്തിന്റെ ആരംഭത്തിൽ തന്നെ ഉത്തരം കണ്ടുപിടിക്കേണ്ടതുണ്ട്. നരവർഗ വിഭാഗങ്ങളുടെ കാര്യത്തിൽ കേരളം ഒരു ചെറിയ ഇന്ത്യ തന്നെയാണ്. തലമുറകളിലൂടെയുള്ള കേരളീയ ജനങ്ങളുടെ വർഗ സംഗ്രഥനത്തെക്കുറിച്ച് നരവംശ ശാസ്ത്രജ്ഞന്മാർ പഠനം നടത്തുകയും ഊഹാധിഷ്ഠിതമാണെങ്കിലും കൗതുകപ്രദമായ ചില സിദ്ധാന്തങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. പൊതുവെ ദക്ഷിണേന്ത്യയിൽ എന്ന പോലെ കേരളത്തിലെയും ആദിമവർഗക്കാർ നെഗ്രിറ്റോ വംശജരാണെന്ന് പറയപ്പെടുന്നു. ഇന്നും കേരളത്തിലെ വനപ്രദേശങ്ങളിൽ വസിക്കുന്ന കാടർ, കാണിക്കർ, മലമ്പണ്ടാരങ്ങൾ, മുതുവന്മാർ, ഉള്ളാടന്മാർ, ഊരാളിമാർ, പണിയന്മാർ തുടങ്ങിയ ഗിരിവർഗക്കാർ നെഗ്രിറ്റോ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഈ വർഗക്കാരിൽ അധികം പേർക്കും ചുരുണ്ട മുടിയും കറുത്ത തൊലിയും വട്ടത്തലയും വീതിയേറിയ മൂക്കുമാണുള്ളത്. ഇവർ തലയിൽ ചീപ്പും അണിഞ്ഞിരുന്നു. ഇവയെല്ലാം ഇവർക്കും ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിലുള്ള ഇതേ വർഗക്കാർക്കും തുല്യമാണ്. നീണ്ട തലയും പരന്ന മൂക്കും ഇരുണ്ട തൊലിയുമുള്ള ആസ്ട്രലോയിഡുകൾ നെഗ്രിറ്റോകളുടെ സ്ഥാനം അപഹരിച്ചിരിക്കണം. ഇരുളർ, കുറിച്യർ, കരിമ്പാലന്മാർ, മലയരന്മാർ, മലവേടന്മാർ തുടങ്ങിയവർ ആസ്ട്രലോയിഡ് വർഗത്തിൽപ്പെട്ടവരാണ്. ഇവരെ തള്ളി മാറ്റിക്കൊണ്ട് കടന്നുവന്ന മെഡിറ്ററേനിയൻ വർഗക്കാരാണ് ദക്ഷിണേന്ത്യയിലെ ദ്രാവിഡ വർഗത്തിന്റെ പ്രധാന ഘടകമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇവർ ഗ്രീക്കുകാരുടെ ആക്രമണത്താൽ മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിലെ തങ്ങളുടെ ആദിമ സങ്കേതം കൈവെടിഞ്ഞ് 3 സംഘങ്ങളായി ഒന്നിനു പുറകെ ഒന്നായി ഇന്ത്യയിലേക്ക് വന്നു എന്നതാണ് പൊതുവെയുള്ള അഭിപ്രായം. ഒരു സംഘം തെക്കേ ഇന്ത്യയിലും മറ്റൊരു സംഘം പടിഞ്ഞാറേ ഇന്ത്യയിലും മൂന്നാമത്തേത് ഉത്തരേന്ത്യയിൽ സിന്ധു തീരത്തും ആവാസമുറപ്പിച്ചു. ഈ മെഡിറ്ററേനിയൻ ജനങ്ങളാണ് യഥാർത്ഥത്തിൽ ദക്ഷിണേന്ത്യയിലെ ദ്രാവിഡ സംസ്കാരത്തിന്റെ സംവിധായകരെന്ന് വിശ്വസിക്കപ്പെടുന്നു.
സിന്ധു തീരം താവളമാക്കിയവർ സമാന്തരമായി സൈന്ധവ സംസ്കാരത്തിന് അഥവാ ഹാരപ്പ സംസ്കാരത്തിന് രൂപം നൽകി. ഉത്തരേന്ത്യയിൽ ആര്യാധിനിവേശം ഉണ്ടായപ്പോൾ സിന്ധു തീരത്തിലെ ദ്രാവിഡ ജനങ്ങൾ അവിടം വിടുകയും തെക്കേ ഇന്ത്യയിലെ സ്വവർഗക്കാരോട് ചേരുകയും ഉണ്ടായി. നായന്മാർ, വെള്ളാളന്മാർ, ഈഴവർ തുടങ്ങിയവർ കേരളീയ ജനതയിലെ ദ്രാവിഡ ഘടകത്തിന്റെ പ്രാതിനിധ്യം വഹിക്കുന്നു. പുലയർ, പറയർ, കുറവർ തുടങ്ങിയ പട്ടികജാതിക്കാരും ഇക്കൂട്ടത്തിൽ പെടും. ക്രിസ്തുവർഷാരംഭത്തിന് 2-3 നൂറ്റാണ്ടുകൾക്ക് മുൻപ് കേരളത്തിൽ എത്തിത്തുടങ്ങിയ ആര്യന്മാർ കേരളത്തിലെ ഇന്നത്തെ ജനസംഖ്യയുടെ വർഗഘടനയെ പൂർണ്ണമാക്കി. കേരളത്തിൽ ഒടുക്കം വന്ന ആര്യന്മാരാണ് നമ്പൂതിരി ബ്രാഹ്മണർ. ഇന്ന് കേരളത്തിന്റെ വനങ്ങളിൽ അഭയം തേടിയിരിക്കുന്ന ഗിരിവർഗക്കാരുടെയും സമതലങ്ങളിൽ കഴിയുന്ന ചില പട്ടികജാതിക്കാരുടെയും പൂർവികരായിരുന്നു ഈ ഭൂമിയിലെ ആദിമ നിവാസികളെന്ന് പ്രാചീന കേരളത്തിന്റെ വർഗചരിത്രത്തെക്കുറിച്ചുള്ള പഠനം തെളിയിക്കുന്നു.